ഒരു പരുന്തിൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണിത്. പുളിമരത്തിൻ്റെ ഉയർന്ന ചില്ലയിൽ കൂടൊരുക്കി മുട്ടയിട്ട പരുന്തിൻ്റെ കഥ. മുട്ട വിരിഞ്ഞ് പരുന്തിൻ കുഞ്ഞ് പിറന്നു. തീറ്റയുമായി അമ്മ പരുന്തും ഇണയും കൂട്ടിലെത്തി കുഞ്ഞിനെ ഊട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ പറക്കമുറ്റിയിട്ടും കുഞ്ഞൻ പരുന്തിന് പറക്കാനാകുന്നില്ല. കൂടൊരുക്കാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ചരടുകൾ കാലിൽ കുരുങ്ങിയതാണ് കാരണം. ആകാശത്തേക്ക് പറന്നുയരാൻ ചിറകുകൾ വെമ്പി, പക്ഷേ കഴിയാത്ത അവസ്ഥ. അപ്പോഴും അമ്മപ്പരുന്തും ഇണയും കുഞ്ഞിനെ കൈവിട്ടില്ല. പതിവായെത്തി തീറ്റ നൽകിക്കൊണ്ടിരുന്നു. കാലിലെ കെട്ടഴിക്കാൻ മൂവരും ചേർന്ന് പരിശ്രമിച്ചു. മഴയും വെയിലും വന്നുപോയി. എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ അവർ കാത്തിരുന്നു. അവസാനം രക്ഷകർ അവരെ തേടിയെത്തി. പാളയം പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ വളപ്പിനുള്ളിലെ പുളിമരത്തിലാണ് ഈ അതിജീവനത്തിൻ്റെ കഥ നടക്കുന്നത്. ചെങ്കച്ചൂള ഫയർഫോഴ്സ് യൂണിറ്റിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷാഫിയും ഉദ്യോഗസ്ഥരായ സനുവും ജീവനും റസീഫും വിജിനും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വലിയ മരമാണ്, ഒരു 80 അടിയോളം ഹൈറ്റുണ്ട്. അതിനകത്ത് ഈ കൂടിരിക്കുകയാണ്, അതിനകത്ത് ഇതിരിപ്പുണ്ട്. ഞങ്ങൾക്ക് കയറാൻ അത് ഒരു ശാഖകളോ ബ്രാഞ്ചുകളോ ഒന്നും ഇല്ലാന്ന് കാരണം അതിനകത്ത് കയറി പറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ കയറിയത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജീവനും ശ്രീ സനുവുമാണ്. പിന്നെ ഇതിനകത്ത് ഒരു ജീവൻ ആണല്ലോ, ഏതൊരു ജീവനും നമ്മൾ വില കൽപ്പിക്കുന്നവരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. കാലിന് പരിക്കുള്ളതിനാൽ പരുന്തിനെ വഴുതക്കാട് അനിമൽ റെസ്ക്യൂ സെൻ്ററിലേക്ക് മാറ്റി. ഒരാഴ്ചത്തെ ചികിത്സ കഴിഞ്ഞ് ചിറകുകൾ വിടർത്തി പരുന്തിൻ കുഞ്ഞ് നീലാകാശത്തേക്ക് പറന്നുയരും. ക്ഷമയോടെ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻ ജയപ്രകാശ് കൊട്ടാരക്കരയ്ക്കൊപ്പം നൃപൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.